നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ മുന്നോട്ട് പോകാൻ ഒട്ടും പറ്റുന്നില്ല എന്ന് തോന്നിയിട്ടില്ലേ? എല്ലാം നിർത്തി എങ്ങോട്ടേലും പോയാലോ എന്ന് തോന്നുന്ന നിമിഷങ്ങൾ. അങ്ങനെയുള്ള സമയങ്ങളിൽ ഒരുപക്ഷേ 1000 പുസ്തകങ്ങൾ തരുന്നതിനേക്കാൾ വലിയ ആശ്വാസം ഒറ്റ ഒരു വാക്കിൽ നിന്ന് കിട്ടിയെന്ന് വരും. ഇന്ന് നമ്മൾ ഭഗവത്ഗീതയിലെ അങ്ങനെ ഒരു വാക്കിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്. നിരാശയുടെ ഏറ്റവും ആഴത്തിൽ നിന്ന് നമ്മളെ കൈപിടിച്ച് മുകളിലേക്ക് കൊണ്ടുവരാൻ ശക്തിയുള്ളൊരു വാക്ക്. അർജുനൻ ഒരു സാധാരണക്കാരനല്ല, അക്കാലത്തെ ഏറ്റവും മികച്ച വില്ലാളിയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഈ വീഴ്ച ആരെയും ഞെട്ടിക്കുന്നതായിരുന്നു. ഈ ഒരു അവസ്ഥയിൽ ആരാണെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കാനല്ലേ ശ്രമിക്കുക. പക്ഷെ കൃഷ്ണൻ ചെയ്തത് അതൊന്നുമായിരുന്നില്ല. കൃഷ്ണൻ അവനെ പോയി കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാനൊന്നും നിന്നില്ല. പകരം ആ തളർച്ചയിൽ നിന്ന് അവനെ പിടിച്ചു കുലുക്കി ഉണർത്തുന്ന പോലത്തെ നല്ല മൂർച്ചയുള്ളൊരു ആജ്ഞയാണ് കൊടുത്തത്. അതൊരു സൗമ്യമായ ഉപദേശമേ ആയിരുന്നില്ല, ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് പോലെയായിരുന്നു അത്. ഇതായിരുന്നു കൃഷ്ണന്റെ ആ മറുപടി. ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ നൈതത്വയുപപദ്യത്തെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്ധവ. ഈ സ്ലൈഡിൽ കാണുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇത് കേട്ടിട്ട് ഒരു സുഹൃത്ത് പറയുന്ന പോലെ തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? നല്ല കഠിനമായി തോന്നാം. പക്ഷേ ഈ വാക്കുകൾക്കുള്ളിലെ സൈക്കോളജിക്കൽ ഡെപ്ത് നമ്മൾ ശരിക്കും അത്ഭുതപ്പെടുത്തും. ഈ ശ്ലോകത്തിന്റെ പവർ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമുക്കിതിനെ ഓരോ വാക്കായിട്ടൊന്ന് കീറി മുറിച്ചു നോക്കണം. കൃഷ്ണൻ തെരഞ്ഞെടുത്ത ഓരോ വാക്കിന്റെയും ആഴം കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ആദ്യത്തെ പ്രയോഗം തന്നെ നോക്കൂ, ക്ലൈബ്യം മാസ്മ ഗമ. അതായത് ഈ ബലഹീനതയ്ക്ക് അടിമപ്പെടരുത്. ഇത് വെറും ഒരു വാക്കല്ല. ഈ ക്ലൈബ്യം എന്ന വാക്കിന്റെ അർത്ഥം കണ്ടോ? ധൈര്യമില്ലായ്മ, അല്ലെങ്കിൽ ഒരു തരം ഷണ്ഡത്വം. ഒരു യോദ്ധാവിനോട് പറയാൻ പറ്റുന്ന ഏറ്റവും മോശം വാക്കാണിത്. കൃഷ്ണൻ എന്തിനായിരിക്കും ഇങ്ങനെ പറഞ്ഞത്? കാരണം അദ്ദേഹം അർജുനന്റെ അവസ്ഥയെ സോഫ്റ്റാക്കാൻ ശ്രമിക്കുന്നില്ല. പകരം അതിന് ഏറ്റവും കഠിനമായ വാക്കുകൾ ഉപയോഗിച്ച് പേര് ചൊല്ലി വിളിക്കുകയാണ്. കാരണം താൻ ധീരനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെ ഉണർത്താൻ ചിലപ്പോൾ നീ ഭീരുവിനെ പോലെയാണ് പെരുമാറുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ആ തകർച്ചയിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരാനുള്ള ആദ്യത്തെ ഷോക്കായിരുന്നു അത്. അടുത്ത ഭാഗം ഇതിലും രസകരമാണ്. ന ഏത് ത്വൈ ഉപപദ്യതേ. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നോക്കൂ, കൃഷ്ണൻ ഇവിടെ അർജുനന്റെ ഐഡന്റിറ്റിയെയാണ് തൊട്ടുണർത്തുന്നത്. അദ്ദേഹം പറയുകയാണ്, അർജുന, ഈ ബലഹീനത നിന്റെ ഭാഗമല്ല. ഇത് പുറത്തുനിന്ന് വന്നൊരു അസുഖം പോലെയാണ്. ഇത് നിന്റെ യഥാർത്ഥ സ്വഭാവത്തിന് ചേർന്നതേയല്ല. ഒരു വ്യക്തിയെ അവൻ്റെ ആ മോശം അവസ്ഥയിൽ നിന്ന് വേർതിരിക്കുന്ന വളരെ മനോഹരമായൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാണിത്. ഇനി കൃഷ്ണൻ അർജുനന്റെ ആ വേദനയുടെ കാരണത്തെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് എന്ന് കേൾക്കൂ. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. അർജുനന് ഒരു പർവ്വതം പോലെ വലുതായി തോന്നുന്ന ആ സങ്കടത്തെ കൃഷ്ണൻ ക്ഷുദ്രം എന്ന് വിളിക്കുന്നു. അതായത് നിസാരം, വളരെ ചെറുത്. അദ്ദേഹം അർജുനന്റെ വേദനയെ തള്ളിക്കളയുകയല്ല, മറിച്ച് അതിനെ റീഫ്രെയിം ചെയ്യുകയാണ്. കുറച്ചുകൂടി ഉയർന്ന ഒരു തലത്തിൽ നിന്ന് നോക്കുമ്പോൾ നിന്നെ തളർത്തുന്ന ഈ ദുഃഖം ശരിക്കും വളരെ ചെറുതാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള 2 ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. ആദ്യം ത്യക്ത്വ, അതിനെ ഉപേക്ഷിക്കൂ. അതായത് ബലഹീനതയിൽ നിന്ന് പുറത്തു വരുന്നത് നമ്മുടെ ഒരു ചോയ്സാണ്. രണ്ടാമത് ഉത്തിഷ്ഠ, ഉണരുക, എഴുന്നേൽക്കുക. ശാരീരികമായും മാനസികമായും ആ തളർച്ചയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു ആഹ്വാനമാണത്. ഈ ഒരൊറ്റ ശ്ലോകത്തിൽ കൃഷ്ണൻ അർജുനനെ 2 വ്യത്യസ്ത പേരുകൾ വിളിക്കുന്നുണ്ട്, ഈ സ്ലൈഡിൽ കാണുന്ന പോലെ. ആദ്യം പാർത്ഥ എന്ന് വിളിക്കുന്നു, അതായത് കുന്തിയുടെ മകൻ. അതവൻ്റെ ശ്രേഷ്ഠമായ കുലമഹിമയെ ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് പരന്തവ എന്ന് വിളിക്കുന്നു. അതിൻ്റെ അർത്ഥം ശത്രുക്കളെ ചുട്ടരിക്കുന്നവൻ എന്നാണ്. അതവൻ്റെ കഴിവിനെയും വീരകൃത്യങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു. ജനനം കൊണ്ടും കർമ്മം കൊണ്ടും നീ ആരാണെന്ന് മറന്നു പോകരുത് എന്നാണ് കൃഷ്ണൻ സിമ്പിളായി പറയുന്നത്. നോക്കൂ, അർജുനന്റെ അവസ്ഥയും കൃഷ്ണന്റെ ആജ്ഞയും തമ്മിൽ എത്രയും വലിയ വ്യത്യാസമാണെന്ന്. അർജുനൻ പറയുന്നു, എൻ്റെ അവയവങ്ങൾ തളരുന്നു. കൃഷ്ണൻ പറയുന്നു, ഉണരുക. അർജുനൻ പറയുന്നു, എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല. കൃഷ്ണൻ പറയുന്നു, എഴുന്നേൽക്കുക. ഒന്ന് താഴ്ചയാണെങ്കിൽ മറ്റത് ഉയർച്ചയാണ്. ആ ഇടപെടലിന്റെ ശക്തിയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ വാക്കുകൾക്ക് പുറമെ ഒരു കാഠിന്യമുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലെ യഥാർത്ഥ ഉദ്ദേശം അതായിരുന്നില്ല. അതൊരു അധിക്ഷേപമേ ആയിരുന്നില്ല. ഇതാണ് ഇതിലെ ഏറ്റവും മനോഹരമായ ആശയം. കൃഷ്ണന്റെ ഈ കാഠിന്യം യഥാർത്ഥത്തിൽ അനുകമ്പയാണ്. കാരണം നിരാശയുടെ ഒരു പടുകുഴിയിൽ വീണുകിടക്കുന്ന ഒരാളെ മൃദുവായി തലോടിക്കൊണ്ടിരുന്നാൽ അവൻ ചിലപ്പോൾ കൂടുതൽ താഴേക്ക് പോകും. അവൻ അപ്പോൾ വേണ്ടത് അവനെ പിടിച്ചുയർത്താൻ ശക്തിയുള്ളൊരു കൈയാണ്. ആ കൈയാണ് കൃഷ്ണന്റെ ഈ ആജ്ഞ. അത് ശരിക്കും സ്നേഹത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. കൃഷ്ണന്റെ ഈ വാക്കുകൾ അന്ന് അർജുനന് വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല. സ്വന്തം ജീവിതത്തിലെ കുരുക്ഷേത്രങ്ങളിൽ തളർന്നു പോകുന്ന ഏതൊരു മനുഷ്യനും വേണ്ടിയുള്ളതാണത്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഭഗവത്ഗീതയിലെ ആദ്യത്തെ കമാൻഡ്, ആദ്യത്തെ ആജ്ഞയാണ് ഉത്തിഷ്ഠ, അതായത് ഉണരുക എന്നത്. ഗീതയുടെ മുഴുവൻ തത്വചിന്തയും തുടങ്ങുന്നത് ഈ ഒരൊറ്റ ആഹ്വാനത്തിൽ നിന്നാണ്.
എല്ലാം പഠിച്ചു മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുന്നതിന് മുൻപ് തളർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആദ്യം എഴുന്നേൽക്കാനാണ് ഗീത ആവശ്യപ്പെടുന്നത്. അപ്പോ ഇതിൽ നിന്ന് നമുക്കെല്ലാവർക്കും പഠിക്കാനുള്ള പാഠം ഇതാണ്. ഒന്നാമത്തേത്, നിങ്ങൾക്ക് ബലഹീനത തോന്നാം, പക്ഷേ നിങ്ങൾ ആ ബലഹീനതയല്ല. 2, നിങ്ങളുടെ നിരാശ നിങ്ങളുടെ യഥാർത്ഥ ഐഡന്റിറ്റി അല്ല. 3, ഹൃദയത്തിന്റെ ബലഹീനത ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണ്, അതൊരു തിരഞ്ഞെടുപ്പാണ്. ഓർക്കുക, ഗീതയുടെ ആദ്യത്തെ പാഠം കാര്യങ്ങൾ മനസ്സിലാക്കാനല്ല, മറിച്ച് തളർച്ചയിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കാനാണ്. ചുരുക്കി പറഞ്ഞാൽ കൃഷ്ണന്റെ സന്ദേശം ഇത്രയേ ഉള്ളൂ: നിന്നെ തളർത്തുന്ന ഈ ചെറിയ ബലഹീനതയെക്കാളൊക്കെ എത്രയോ വലുതാണ് നീ. അത് നിന്റേതല്ല, അതിനെ വലിച്ചെറിയുക, ഉണരുക. ഈ ചോദ്യം ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറവും നമ്മൾ ഓരോരുത്തരോടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ തളർച്ചയുടെ നിമിഷങ്ങളിൽ ഈ ശബ്ദം നിങ്ങളുടെ ഉള്ളിൽ കേൾക്കുമ്പോൾ നിങ്ങൾ ഉണരുമോ? ആ തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.